എന്നെ കരയിപ്പിച്ചൊരു കഥയുണ്ട്. ഈ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പാകിസ്ഥാനി ഡോക്ടറുണ്ട്. ലോകത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുകയാണ്. ഫ്ലൈറ്റിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഫ്ലൈറ്റ് ഏതോ ഒരു എയർപോർട്ടിൽ ചെന്ന് ലാൻഡ് ചെയ്യുന്നുണ്ട്. വിമാനാധികൃതരോട് സംസാരിച്ചപ്പോൾ അവരൊരു ടാക്സി ഏർപ്പെടുത്തി കൊടുക്കുകയാണ്. കുറച്ചു നേരത്തിന് ശേഷം ആ വാഹനം സഞ്ചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കാലാവസ്ഥ വളരെയധികം മോശമായി, ശക്തമായ കാറ്റും മഴയും കാരണം ആ വാഹനത്തിന് സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല. റേഞ്ചില്ല. ആകെയുള്ളത് അകലെയുള്ള ഒരു ചെറിയ വെട്ടമാണ്, ഒരു കുടില് മാത്രമാണ്. അദ്ദേഹം അവിടെ ചെന്ന് നോക്കുമ്പോൾ ഒരു പ്രായമായ ഉമ്മ നിസ്കരിക്കുന്നുണ്ട്. തൊട്ടടുത്തൊരു മകൻ കിടക്കുന്നുണ്ട്. അദ്ദേഹം അവരോട് കുറച്ച് വെള്ളം ചോദിക്കുന്നുണ്ട്. കുടിച്ചതിന് ശേഷം അയാൾ ചോദിച്ചു, എന്താണ് ഉമ്മ ഇവന് പറ്റിയത്? ആ ഉമ്മ ദുഃഖത്തോടെ പറയുന്നുണ്ട്, ഇതാണ് എൻ്റെ പേരക്കുട്ടി. ഇവൻ്റെ മാതാപിതാക്കൾ ഇവൻ്റെ ചെറുപ്പത്തിലെ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയാണ്. പിന്നീട് ഇവനൊരു മാറാരോഗം പിടിപെട്ടു. എൻ്റെ കയ്യിലുള്ള എല്ലാ സമ്പത്തും വിറ്റാണ് ഞാൻ ഇവനെ ചികിത്സിക്കുന്നത്. പക്ഷേ ഇതുവരെ ഒരു മാറ്റവും ഇവനില്ല. ഇപ്പോൾ നാട്ടുകാർ പറയുന്നുണ്ട്, തെക്കൻ പാകിസ്ഥാനിലെ ഒരു പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ ഇവൻ്റെ ഈ രോഗം മാറിയിരിക്കുമെന്ന്. പക്ഷേ അതിന് ഒരുപാട് സമയം ആവശ്യമാണ്, ഒരുപാട് കാശും. അതുകൊണ്ട് എനിക്ക് ചികിത്സിക്കാൻ വഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ഉമ്മ ആ ഡോക്ടറിൻ്റെ പേര്? ആ ഉമ്മ പറയാണ്, ഇഷാൻ അഹമ്മദ്. അയാൾ അവിടെ ഇരുന്ന് കരഞ്ഞു പോവുകയാണ്. ആ ഉമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മോനെ നീ കരയുന്നതെന്ന്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഉമ്മ, ഞാനാണ് നിങ്ങൾ അന്വേഷിക്കുന്ന ആ ഇഷാൻ അഹമ്മദ്. നിങ്ങളുടെ പ്രാർത്ഥനയാണ് എവിടെയോ എത്തേണ്ട എന്നെ ഈ ഒരു കുടിലിൽ എത്തിച്ചത്.